CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ചൂടേറിയ ചർച്ചയായി എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല അനുമതി. ജനങ്ങളുടെ ആശങ്കകളും വിമർശനങ്ങളും പ്രതികൾ ഉയർത്തിയെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് തന്നെ എന്ന നിലപാട് എം വി ഗോവിന്ദൻ ആവർത്തിക്കണം. മാത്രമല്ല എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ലാതെ തന്നെ ഈ വിമർശനത്തിന് മറുപടി നൽകുന്നു. അതിനു പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവും സമാനമായ നിലപാട് വിശദീകരിക്കുന്നു. അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളും ആ നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പാർട്ടിയിൽ അങ്ങനെ ഒരു എതിർപ്പിന്റെ ആവശ്യം ഇല്ല. അങ്ങനെ ഒരു എതിർപ്പോ വിമത സ്വരമോ ഉയരുകയാണ് ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ടെങ്കിൽ അത് നുളയിലെ മുള്ളുക. പാർട്ടിയുടെ നിലപാട് ഇതാണ്, കൃത്യമായി ഇത് തന്നെയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മറുപടി നൽകുന്നത്. ജി പ്രസാദ് കുമാർ വിവരങ്ങൾ വേണ്ട. പ്രസാദ്, എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിലുമൊക്കെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഒരു തരത്തിലും എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. പ്രതിപക്ഷം അവിടെ നിൽക്കട്ടെ, സ്വന്തം ക്യാമ്പിനുള്ളിലെ ഈ തർക്കങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? MP രാജേഷ് തന്നെ നേരിട്ടിറങ്ങിയുള്ള പ്രശ്നപരിഹാരം എത്രത്തോളം മുന്നോട്ട് പോകും? ദിവിഷ, ഇപ്പോൾ അല്പം മുൻപ് നമ്മൾ MP രാജേഷിനെ കണ്ടിരുന്നു. അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണം എന്തായി അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവർ പറയട്ടെ, മറുപടി പറയട്ടെ, എന്തുകൊണ്ട് അഴിമതി ആരോപണത്തിൽ കൂടുതൽ വിവരങ്ങൾ അവർ പറയുന്നില്ല. അപ്പോൾ അവർ അഴിമതി ആരോപണത്തിന് പിന്നോട്ട് പോയി, അവരുടെ ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞു എന്നാണ് മന്ത്രി MP രാജേഷ് പറഞ്ഞത്. ഇന്നലെ പ്രതിനിധികളിൽ ചിലരെങ്കിലും ഈ പ്രത്യേകിച്ച് എലപ്പുള്ളി പഞ്ചായത്തിൽ നിന്നുള്ളവർ ഇതിൽ ആശങ്ക ഉന്നയിച്ചു. കാരണം നേരത്തെ ഈ വിവരം അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ സ്വന്തം വാർഡ്, ഇപ്പോൾ ഈ മദ്യനിർമ്മാണശാല വരുന്ന ചുട്ടിപ്പാറ വാർഡ് CPMന്റെ സിറ്റിംഗ് വാർഡാണ്. അവിടെ തന്നെ ആ മെമ്പർക്ക് പോലും ഇതിനെ ന്യായീകരിച്ച് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജനങ്ങൾക്കൊപ്പം നിൽക്കും, കുടിവെള്ള പ്രശ്നമുണ്ടെങ്കിൽ അത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് പറയേണ്ടി വരുന്നു. ഒരു നിലപാട് കൃത്യമായിട്ട് പാർട്ടി നിലപാട് തള്ളാനും പറ്റില്ല, എന്നാൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രതിസന്ധി പ്രാദേശിക നേതൃത്വത്തിനുണ്ട്. അതാണ് ഇന്നലെ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ചർച്ചയായി പറഞ്ഞത്. പക്ഷേ അതിന് മറുപടിയായിട്ട് ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് മന്ത്രിസഭാ തീരുമാനം എടുത്തു കഴിഞ്ഞു, ആ അനുമതി നൽകിക്കുന്നു. ഇനി ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ്. അതാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിലും ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞു. പിന്നീട് MP ഗോവിന്ദനും പ്രതിനിധികൾക്ക് ഇതേ കാര്യം തന്നെ പറഞ്ഞു. ഇനി അതിൽ മറ്റൊരു നിലപാടിലേക്കില്ല. അതേസമയം CPIയിൽ പ്രശ്നങ്ങളുണ്ട്. CPIയുടെ പ്രാദേശിക നേതൃത്വവും ഈ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ 25-ാം തീയതി CPI പാലക്കാട് ജില്ലാ നേതൃത്വം ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് പ്രത്യേക യോഗം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കുമെന്നാണ് അവർ അഴിമതി ആരോപണം എന്ന നിലയിൽ പ്രതിപക്ഷം ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ അവിടെ കോളേജ് തുടങ്ങാൻ വേണ്ടി സ്ഥലം വാങ്ങാനായി ഒരു കമ്പനി എത്തുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവർ സ്ഥലം വാങ്ങുന്നു. അതിനുശേഷം 2 വർഷം ഇതിനുള്ള അനുമതിക്ക് വേണ്ടിയുള്ള ഉള്ളറ നീക്കങ്ങൾ നടക്കുകയായിരുന്നു. അതിന് പിന്നാലെ പുതിയ മദ്യനയം വരുന്നു. ഇപ്പോഴത്തെ ബ്രൂവറിക്കുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ പാലക്കാട്ടെ ജലത്തിന്റെ ദൗർലഭ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ പല ഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CPM തന്നെ പ്ലാച്ചിമുടയിലെ കൊക്കക്കോളയുടെ ജലചൂഷണത്തിനെതിരെ സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത സമരങ്ങളെ ആകെ റദ്ദ് ചെയ്യുന്ന തരത്തിൽ ദൗർലഭ്യം ഉണ്ടാകില്ല, മലമ്പുഴയിൽ നിന്ന് വേണമെങ്കിൽ കിൻഫ്ര വഴി ജലം കൊടുക്കാമെന്ന വാദമൊക്കെ പ്രാദേശികമായി അംഗീകരിക്കപ്പെടുന്നു. പ്രാദേശികമായി പാർട്ടി പ്രവർത്തകരെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ ഈ സർക്കാരിന്റെ തീരുമാനം? സർക്കാരിൻ്റെ പദ്ധതി പ്രഖ്യാപനങ്ങൾ അവകാശവാദം അതിലെല്ലാം ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. കാരണം ഇപ്പോൾ കിൻഫ്ര പദ്ധതി എന്ന് പറയുന്ന കിൻഫ്ര പദ്ധതി ഇനിയും പൂർത്തിയായിട്ടില്ല. പൈപ്പിടൽ പോലും മലമ്പുഴ ഡാമിൽ നിന്നും കിൻഫ്രയിലേക്ക് കഞ്ചിക ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരമുണ്ട്. അതിൽ ഇനിയും റെയിൽവേ ലൈൻ മുറിച്ച് കടക്കാനായിട്ടില്ല. 150 മീറ്റർ ദൂരത്തിന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ വേണം പൈപ്പ് ലൈൻ ഇടാനുള്ളത്. അതിന് ഇനിയും സ്വകാര്യ വ്യക്തിയുടെ അനുമതി ലഭിച്ചിട്ടില്ല. അങ്ങനെ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് പൈപ്പിട്ട് സ്വകാര്യ വ്യക്തിയുടെ മുന്നിൽ കൂടെ പോയാൽ തന്നെ പിന്നെയും 3-4 മാസം കഴിയും പൈപ്പ് ലൈൻ ഇടൽ പൂർത്തിയാവാൻ. അതിനുശേഷം വേണം കിൻഫ്ര പാർക്കിൽ ഇതിൻ്റെ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് വേണം മലമ്പുഴയിൽ വെള്ളം വരാൻ. അവിടെ ജല അതോറിറ്റി പറഞ്ഞു കിൻഫ്രയിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആവശ്യപ്പെടാം, അവർ തരുന്നതനുസരിച്ച് എടുക്കാമെന്ന്. പക്ഷേ മലമ്പുഴ വെള്ളം കൂടുതൽ കിൻഫ്ര പാർക്കിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കുടിവെള്ളക്ഷാമം ഉണ്ടാക്കും, കൃഷിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. രണ്ടാമുള്ള കൃഷി ഉണങ്ങുന്ന സ്ഥിതി പലപ്പോഴും പാലക്കാടിൻ്റെ ഈ മലമ്പുഴ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഈ കനാലിൻ്റെ വാലറ്റ പ്രദേശങ്ങളിൽ ഉണങ്ങുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം പോലും മഴ കുറവായതുകൊണ്ട് ഭാരതപ്പുഴയിലെ കുടിവെള്ള പദ്ധതിക്ക് വെള്ളം മലമ്പുഴയിൽ നിന്ന് നൽകാനായിട്ടില്ല. അപ്പോൾ അത്തരം കുടിവെള്ള പ്രശ്നങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലമ്പുഴയിൽ നിന്ന് കൂടുതൽ വെള്ളം കൊടുക്കുക എന്നുള്ളത് അത്രത്തോളം പ്രായോഗികമല്ല. പക്ഷേ അതിന് കമ്പനി പറയുന്ന ന്യായീകരണം ഈ 24 ഏക്കർ ഏറ്റെടുത്തിൽ 5 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ജലസംഭരണി, മഴവെള്ള സംഭരണം നിർമ്മിക്കും. അതിൽ നിന്നുള്ള വെള്ളം എടുക്കും. കുഴൽക്കിണർ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പ്രസാദ്, അത് എത്രത്തോളം പ്രായോഗികമാണ്? അങ്ങനെ മഴവെള്ള സംഭരണിയൊക്കെ ഉപയോഗിച്ച് അത്രയും വെള്ളം വരണമെങ്കിൽ അതിൻ്റെ ഒരു കാത്തിരിപ്പുണ്ട്. വെള്ളം കൃത്യമായിട്ട് ശേഖരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അത് വലിയ രീതിയിൽ നടപ്പാക്കേണ്ടതാണ്.
ഈ പാലക്കാട്ടെയും പ്ലാച്ചിമടയിലെയും ഈ എലപ്പുള്ളിയിലെയും ഒക്കെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, രാഷ്ട്രീയ നേതൃത്വത്തിന് നല്ലോണം അറിയാവുന്നതാണ്. ഇങ്ങനെയൊരു നിസ്സാര മട്ടിലാണോ ഈ വെള്ളത്തിന്റെ ദൗർലഭ്യത്തെ നേതൃത്വം കാണുന്നത്? ഈ കമ്പനി പറയുന്നത് അത്രയ്ക്ക് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യവുമാണോ ഈ മഴവെള്ള സംഭരണിയിലൂടെ വെള്ളം കണ്ടെത്തി മദ്യനിർമ്മാണം എന്നത്? മഴ കിട്ടണം, ആദ്യം മഴവെള്ള സംഭരണികൾ വലിയ കുളങ്ങൾ ഉണ്ടാക്കണം. 5 ഏക്കറിൽ വലിയ കുളം ഉണ്ടാക്കണം. ഒരുപക്ഷെ അതിൽ ജലം തങ്ങി നിൽക്കുന്ന പ്രദേശമാണ്, നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലം എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ കുഴി കുഴിച്ച് വലിയ കുഴി ഉണ്ടാക്കണം. അതിൽ മഴവെള്ളം വരണം. കുഴൽക്കിണർ അല്ലെങ്കിൽ മഴവെള്ളം വരണം. അത്രയും മഴ ലഭിക്കണം. ഇത്രയും 24 ഏക്കറിൽ പെയ്യുന്ന വെള്ളമായിരിക്കും ഇതിലേക്ക് വരേണ്ടത്. അപ്പോൾ അത് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എത്ര ജലം സംരക്ഷിക്കാനുള്ള പ്ലാന്റാണ് അല്ലെങ്കിൽ മഴവെള്ള കുഴിയാണ് അവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എന്തായാലും കമ്പനി ആദ്യഘട്ടത്തിൽ അതെന്തായാലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി ഇത് പ്ലാന്റ് തുടങ്ങിയാൽ തന്നെ അത് എത്രത്തോളം കാലം കഴിഞ്ഞിട്ടായിരിക്കും അത് പ്രായോഗികമാകാൻ പോവുക എന്നുള്ളതും അറിയില്ല. എന്തായാലും ഈ സർക്കാരിന് 1.5 വർഷത്തോളം മാത്രമേ കാലാവധിയുള്ളൂ. അതുകൊണ്ട് ഈ കാലാവധിക്കുള്ളിൽ ഒരുപക്ഷെ ഈ പദ്ധതി തുടങ്ങി വയ്ക്കാൻ കഴിയുമായിരിക്കും. പിന്നീട് വീണ്ടും ഒരുപക്ഷെ CPM തന്നെ സമരവുമായി രംഗത്ത് വന്നാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. അവിടെ കുഴിക്കുന്നൊന്നോ അല്ലെങ്കിൽ വെള്ളം പദ്ധതി ഈ കമ്പനി കരാർ ലംഘിച്ചു എന്ന് CPM വേണമെങ്കിലും സമരത്തിന് പ്രതിപക്ഷത്താണ് എങ്കിൽ ആ CPM സമരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ദിവിഷ്.